ഈ CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അതിൻ്റെ ഭാഗമായി എനിക്ക് കുറച്ച് തെളിവ് മുമ്പോട്ട് വയ്ക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ വയ്ക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നും ഓർമ്മയുണ്ട്, ഈ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടന്നത് 2004 മുതൽ 2014 ആയിരുന്നു. UPA സർക്കാരായിരുന്നു, കോൺഗ്രസിന്റെ സർക്കാരായിരുന്നു. കോൾഗേറ്റ്, 2G സ്കാം, കോമൺവെൽത്ത് സ്കാം, ഇതെല്ലാം നടന്നത് 2004 മുതൽ 2009 വരെ. ഫാർമേഴ്സ് ലോൺ സ്കാം നടന്നത് 2004 മുതൽ 2009 വരെ. ഈ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നത് ആരുടെ പിന്തുണയായി ഉണ്ടായിരുന്നു 2004 മുതൽ 2009 വരെ? ഓർമ്മിക്കണം, CPM ആയിരുന്നു കോൺഗ്രസിന്റെ പാർട്ട്ണർ 2004 മുതൽ 2009. ഇത് മറക്കരുത്, ഞാൻ മറക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് ആരാണ് ആരുടെ ബി ടീം എന്ന് ഒരു സാധാരണ മലയാളിയോട് ചോദിച്ചാൽ, ഞാൻ ഇനി പറയാണ്ട്, ഇപ്പൊ തുടക്കമാണ്. പിന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടിയായിരുന്നു CPM. എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത് മാൻഡേറ്റ് കിട്ടിയ പാർട്ടിയായിരുന്നു CPM. ഒന്നും ശരിയായില്ല. പക്ഷേ ഓരോരോ കൊല്ലം 10 കൊല്ലത്തിൽ ഈ ബഡ്ജറ്റിന്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ 10 കൊല്ലം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്, ഒരു ചുക്കും പറഞ്ഞില്ല. അപ്പൊ എന്തുകൊണ്ട്? കാരണം CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം. പിന്നെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ 2025, ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചരിത്രം പറഞ്ഞു തരികയാണ്, തെളിവ്. ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയും CPM പൊളിക്കണ്ടേ? ഇത് നമ്മളെല്ലാം ഉത്തരവാദിത്തമല്ലേ? 2025 BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിരുന്നു അയിരൂർ പഞ്ചായത്തിൽ. പക്ഷേ ആരാണ് കൈ പിടിച്ച് BJPനെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കിയത്? കോൺഗ്രസും CPM, LDF, UDF. അപ്പോ ആരാണ് ആരുടെ ബി ടീം? ഞങ്ങളെ തോൽപ്പിക്കാൻ CPM കോൺഗ്രസും ഒരുമിച്ച് വരുമ്പോൾ ആരാണ് ആരുടെ ബി ടീം? ഇത് ചോദിക്കേണ്ടതല്ലേ? ഇത് ഇപ്പൊ നടന്നതാണ്, 4 മാസം മുമ്പേ. 2020 NDA തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ 5 സീറ്റ് പിടിച്ചു. പക്ഷെ CPMന് അവിടെ പിന്തുണ കൊടുത്തത് ആരായിരുന്നു? UDF. ആരാണ് ആദ്യ ബി ടീം? ചോദിക്കേണ്ടതല്ലേ? പിന്നെ ഇവരുടെ ഒരു ഒത്തുകളി, അതിന് ഞാൻ ഒരു 2-3 ഉദാഹരണം പറയണേ. 2006 UDFന്റെ N ശക്തൻ നേമം മണ്ഡലം ജയിച്ചത് 50.7% വോട്ട് ഷെയർ ഉണ്ട്. 2011 5 കൊല്ലം കഴിഞ്ഞിട്ട് UDFന്റെ വോട്ട് ഷെയർ 17%. ബാക്കി എവിടെ പോയി? കോൺഗ്രസ്, UDF, CPMന്റെ ശിവൻകുട്ടിനെ ജയിപ്പിക്കാൻ മൊത്തം വോട്ട് ട്രാൻസ്ഫർ ചെയ്തു 2011. ആരാണ് ആദ്യ ബി ടീം? 2016 കോൺഗ്രസിന്റെ വോട്ട് ഷെയർ, നേമം മണ്ഡലത്തിൽ വോട്ട് ഷെയർ 9.7%. എന്തായിരുന്നു 2006? 50.7%. 2011 ശിവൻകുട്ടിനെ ജയിപ്പിക്കാൻ 17.38. 2016 9.7%. സുരേന്ദ്രൻ പിള്ളയെ തോൽപ്പിച്ചു, ശിവൻകുട്ടിനെ ജയിപ്പിക്കാൻ നോക്കി, പക്ഷെ ജനങ്ങൾ O രാജഗോപാലിനെ ജയിപ്പിച്ചു.
അതേപോലെ തന്നെ 2021 ഇതേ ക്രോസ് വോട്ടിംഗ് കെ മുരളീധരനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ചെയ്തു. അങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇത് ഞാൻ തുടങ്ങിയാണ്ടല്ലോ, ഇത് 2 മണിക്കൂർ എടുക്കും. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, വട്ടിയൂർക്കാവിന്റെ വോട്ട് അതെ CPM-ന്റെ KJ തോമസ് കമ്മീഷൻ പറയുന്നു, അവരെ പാർട്ടി കമ്മീഷനാണ്. CPM-ന്റെ സ്ഥാനാർത്ഥി TN സീമേനെ 3ാം സ്ഥലത്തേക്ക് മാറ്റിയത് കെ മുരളീധരന് വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണെന്ന്. ആരാണ് ആദ്യ ബി ടീം? അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ മഞ്ചേശ്വരം 16-21, 24 തിരുവനന്തപുരം ഫീൽഡ് ചെയ്ത വീക്ക് കാൻഡിഡേറ്റ്സ്, വയനാട് അത് എലക്ഷൻ, പിന്നെ ഓരോരോ കൊടുങ്ങല്ലൂര് 2025 40% വോട്ട് പിടിച്ച BJP-നെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ട്രാൻസ്ഫർ ചെയ്ത വോട്ട് ആർക്കാ ട്രാൻസ്ഫർ ചെയ്ത്? CPM. അപ്പൊ ബി ടീം ആരാണ്, എ ടീം ആരാണ്? ഇതില് ആലോചിക്കണ്ടല്ലേ? ആലോചിക്കണം. പിന്നെ പാർലമെന്റില് ട്രിപ്പിൾ തലാഖാണോ, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ആണോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണോ, വഖഫ് അമെൻഡ്മെന്റ് ആക്ട് ആണോ? ഇതിലെല്ലാം ഒരുമിച്ച് വോട്ട് ചെയ്യുന്നത് ആരാണ്? CPM-ഉം കോൺഗ്രസ് അല്ലേ? അപ്പോൾ എങ്ങനെയാണത്? ആരാണ് ഇതിൽ എ ടീം ബി ടീം? അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. ഓക്കെ, CPM പറയട്ടെ, ഞാനാണ് എ ടീം, കോൺഗ്രസ് ആണ് ബി ടീം. പക്ഷെ ഇവർ തമ്മിലാണല്ലോ AB. എന്നിട്ട് ഈ ഇലക്ഷനിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന ആരാണ് ഒരുമിച്ച്? CPM-ഉം കോൺഗ്രസ് അല്ലേ? 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറിയിൽ പൊളിറ്റിക്കൽ അലയൻസിൽ ആരാണ്? CPM കോൺഗ്രസ് അല്ലേ? അപ്പൊ ഇന്നു മുതൽ ഈ ഒരു നുണ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസും CPM നിർത്തണം. കാരണം ഇത് പറഞ്ഞാൽ ജനങ്ങളെ വെടിയാക്കാൻ ഒരു ശ്രമമാണെന്ന് ജനങ്ങൾ ആലോചിക്കും. അപ്പൊ അത് നിർത്തണം. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുക. BJP NDA-നെ തോൽപ്പിക്കണമെങ്കിൽ ഈ വികസന മത്സരത്തിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുക. ഈ നുണ പറഞ്ഞ് മുസ്ലിം വോട്ട് പിടിക്കാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ രാഷ്ട്രീയം ഇനി ഇവിടെ നടക്കില്ല, അത് നടക്കാൻ സമ്മതിക്കില്ല എന്ന് BJP പറയാൻ ആഗ്രഹിക്കുന്നു.